പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ എൻ്റെ ചെറു പ്രഭാഷണം ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നമുക്ക് ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം. ഇതിനാധാരമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു: താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഇൻ ഹ്യൂമിലിറ്റി കൗണ്ട് അതേഴ്സ് more significant than yourself. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ഏത് ടൂർണമെൻ്റ് ആയിരുന്നാലും എങ്ങനെയാണ് നാം ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക? ഫുട്ബോൾ മത്സരത്തിൽ ഏർപ്പെടുന്ന ടീം, അവർ ഒന്നിലേറെ ആളുകളുണ്ടാവും. ഈ കുട്ടികളെല്ലാം, ഈ കളിക്കാരെല്ലാം പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ്. ഒരാൾ ഗോൾമുഖത്തായിരിക്കും, മറ്റൊരാൾ വേറൊരു ഭാഗത്തായിരിക്കും. ഇങ്ങനെ കളിക്കളം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അവരെല്ലാം തന്നെ ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്, കളിക്കുകയാണ്. ഞാനാണ് ഏറ്റവും മുന്തിയയാൾ എന്ന് കരുതിക്കൊണ്ട് അയാളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കളിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അതൊരു ടീം ഉണ്ടാക്കുകയില്ല. ജയം ഒരിക്കലും സുനിശ്ചിതമാക്കുവാൻ കഴിയുകയുമില്ല. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതവും. നമ്മൾ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ജീവിതം. അങ്ങനെ വരുമ്പോൾ ഞാനല്ല ഏറ്റവും സമർത്ഥൻ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറൊരു സ്നേഹിതനാവും. ആ സ്നേഹിതൻ കരുതേണ്ടത് എന്നേക്കാൾ ശ്രേഷ്ഠൻ വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. ഈ പാരസ്പര്യം, ഈ അന്യോന്യത, ഈ ബന്ധങ്ങളിലുള്ള മാന്യത നമുക്ക് സൂക്ഷിക്കാനും അതനുസരിച്ച് അവരെ മാനിക്കാനും അംഗീകരിക്കാനും കഴിയുമ്പോഴാണ്, എന്നേക്കാൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനാണ് ശ്രേഷ്ഠൻ എന്ന് കരുതുമ്പോഴാണ് എനിക്ക് ഒരു ടീം ഉണ്ടാക്കുവാൻ കഴിയുന്നത് എന്നുള്ള വലിയ പാഠം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്: കൗണ്ട് others more significant than yourself. മറ്റുള്ളവരെ തന്നേക്കാൾ അധികം, നിന്നേക്കാൾ അധികം ശ്രേഷ്ഠനെന്ന് നീ കരുതിക്കൊള്ളണം. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു ടീം ഉണ്ടാക്കുവാൻ നമുക്കങ്ങനെ കഴിയണമെങ്കിൽ വേറൊരു കാര്യവും കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം: വിനയവും വിധേയത്വവും. നോക്കൂ, ഒരു ഭവനം തന്നെ ഒരു ടീമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്. ദൈവം തമ്പുരാൻ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് അവരൊരു കുടുംബമെന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുകയായി. അപ്പൻ അമ്മയെ കാണേണ്ടത് ശ്രേഷ്ഠയെന്നാണ്, അമ്മ അപ്പനെ കാണുന്നത് ശ്രേഷ്ഠൻ എന്നായിരിക്കും. അങ്ങനെ അപ്പനും അമ്മയും പരസ്പരം ബഹുമാനിക്കുമ്പോൾ അവിടെ ഒരു ടീം, ഒരു കുടുംബമെന്ന ഒരു ടീം ദാമ്പത്യ ബന്ധത്തിലൂടെ, സുദൃഢമായൊരു ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുകയായി. കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടീം സൃഷ്ടിക്കപ്പെടുകയായി. അങ്ങനെ വിനയവും വിധേയത്വവും, ഹ്യൂമിലിറ്റി ആൻഡ് സബ്മിസിവ്നെസ്, ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയനാകണം, വിധേയത്വം കാണിക്കണം.
ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയത്വം കാണിക്കുന്നത് പോലെ തന്നെ ഭാര്യയും ഭർത്താവിന് വിധേയത്വം ഉള്ളവളായിരിക്കണം. അപ്പോഴാണ് ഒരു ടീം സൃഷ്ടിക്കപ്പെടുക, കുടുംബം എന്ന ടീം. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അമ്മയപ്പന്മാർ കരുതുന്നത് അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത് കുഞ്ഞുങ്ങളാണെന്നാണ്. കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ കാണുന്നത് ബഹുമാന്യർ എന്ന നിലയിലാണ്. അപ്പോഴേ കുടുംബമെന്ന ഒരു ടീം സുദൃഢമായി പണിയപ്പെടുകയുള്ളൂ എന്നുള്ള പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നാം ഏത് തലത്തിൽ പ്രവർത്തിച്ചാലും ആ പ്രവർത്തന തലങ്ങളിലെല്ലാം ഞാൻ തന്നെയല്ല പ്രവർത്തിക്കുന്നത്, മറ്റു ചിലരുമായി ഒത്തുചേർന്നാണ്. ഞാൻ എന്നേക്കാൾ എൻ്റെ തൊട്ടടുത്തയാളെ ശ്രേഷ്ഠൻ എന്ന് പരിഗണിക്കുമ്പോൾ, വിനയത്തിൽ ഞാൻ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഞാനൊരു ടീം സൃഷ്ടിക്കുകയായി. ജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്, അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ഈ ഒരു മനോഭാവത്തിലാണ്, ഈ ഒരു സദ്ഗുണത്തിലാണ് എന്നുള്ളത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ടീം ഉണ്ടാക്കിയെടുക്കാം. നാം തന്നെയല്ല. അങ്ങനെ നാം തന്നെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയില്ല. ജീവിതം വിജയമാക്കി തീർക്കുവാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. നമുക്കൊരു ടീം സൃഷ്ടിക്കാം. കുടുംബത്തിലായിരുന്നാലും നാം പ്രവർത്തിക്കുന്ന ഏത് ഇടങ്ങളിലായിരുന്നാലും. ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരും.